ഓ പാവനാത്മാവേ, എന്നിൽ വന്നു നിറയണമേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ, പുത്തനുണർവെനിക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അവസാന ശ്വാസം വലിക്കുന്നത് വരെ കർത്താവേ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. നമുക്ക് നമ്മുടെ വലിയ ഇടയൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയം സഭയെ സംബന്ധിച്ചിടത്തോളം, സഭാമക്കളെ സംബന്ധിച്ചിടത്തോളം സങ്കടമുള്ള കാര്യമാണ്. ഈ സമയത്ത് നമ്മൾ ആ പുണ്യ വ്യക്തിയെ അനുസ്മരിക്കുമ്പോൾ മനസ്സിലേക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, ആരോഗ്യം തളർത്തിയപ്പോഴും വാർദ്ധക്യത്തിലെത്തി നിൽക്കുമ്പോഴും അതൊന്നും പരിഗണിക്കാതെ മരണത്തോടടുത്ത രോഗാവസ്ഥയിലാണെന്ന് ഓർക്കണം. ആ അവസ്ഥയിലും ഫ്രാൻസിസ് പാപ്പ സഭയുടെ ഒരു കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്താതെ എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. നമുക്കും പ്രാർത്ഥിക്കാം. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യം, അവസാനം വരെ അധ്വാനിക്കാനുള്ള കൃപ തരണേന്ന്, അവസാനം വരെ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ. ചിലപ്പോൾ എൻ്റെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കാം, ചുറ്റുപാടുകളൊക്കെ പ്രതികൂലമായിരിക്കാം, അസ്വസ്ഥതകൾ ഒരുപാട് നിറഞ്ഞതായിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നുക സ്വാഭാവികമാണ്. തീഷ്ണതയോടെയൊക്കെ ആയിരിക്കും നമ്മൾ തുടങ്ങിയത്. തീഷ്ണതയോടെ തുടങ്ങിയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പോണില്ല എന്ന് വരുമ്പോൾ നമുക്കൊക്കെ ഒരു മടുപ്പ് തോന്നുക സ്വാഭാവികം. അത് കുടുംബത്തിലാണെങ്കിലും, പൗരോഹിത്യമാണെങ്കിലും, സന്യാസത്തിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, ഇടവക ജീവിതത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും വളരെ പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടെയൊക്കെ ആരംഭിച്ചിട്ട് ഉദ്ദേശിച്ചതോടൊന്നും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോകാനുള്ള പ്രവണത എപ്പോഴും ഉണ്ട്. പക്ഷെ ഓർക്കണം കേട്ടോ, ആ പ്രവണത ദൈവം തരുന്നതല്ല. അത് നമ്മളെ നിഷ്ക്രിയരാക്കി ഇരുത്താൻ വേണ്ടി പിശാച് തരുന്ന പ്രവണതയാണ്. തോമസ് അക്വിനാസ് പറഞ്ഞില്ലേ, കപ്പല് കേടുകൂടാതെ തുറമുഖത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കാനുള്ള കപ്പിത്താൻ്റെ ഉത്തരവാദിത്വം അത് വെള്ളത്തിലിറക്കണം. കർത്താവെ, പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി ഞങ്ങളെ കൊണ്ട് പറ്റണില്ല, പക്ഷേ കർത്താവിൽ നിന്ന് ശക്തി ലഭിച്ചാൽ എന്നതുപോലെ, അതാണ് ശ്ലീഹ ഓർമ്മിപ്പിച്ചത്. ദൈവമേ, നിന്നിൽ നിന്ന് ശക്തി ലഭിച്ച് ഈ ജീവിതമാകുന്ന കപ്പൽ മുന്നോട്ട് നയിക്കാനുള്ള കൃപ തരണമേ. നമ്മൾ പണ്ട് പാടിയിട്ടുള്ള പാട്ടുകളില്ലേ, വളരെ വ്യക്തതയുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവൻ കൂടെ ഉണ്ടെന്നുള്ളത് ഒരു വലിയ ധൈര്യമാണത്, വലിയൊരു പ്രത്യാശയാണത്. അതുകൊണ്ട് എത്ര വലിയ പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും തളർന്നിരിക്കാനുള്ളതല്ല, നിഷ്ക്രിയരായിട്ടിരിക്കാനുള്ളതല്ല. എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കരുത് കേട്ടോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ സമയത്ത് കണ്ണുകൾ അടച്ച് കരകൾ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ മനസ്സിൽ നിന്ന് പതിപ്പിച്ചേ, ഒരിക്കൽ പോലും ഇനി ഞാൻ ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരുന്നേക്കരുത്. ജീവിതം മടുത്ത്, ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നും എൻ്റെ ജീവിതം പോയിട്ടില്ല, എൻ്റെ കുടുംബം പോയിട്ടില്ല, എൻ്റെ ജീവിത പങ്കാളിയോ, എൻ്റെ മക്കളോ, എൻ്റെ മാതാപിതാക്കളോ, കൂടെപ്പിറപ്പോ, അയൽവക്കക്കാരോ, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളോ, കൂടെ ജോലി ചെയ്യുന്നവരോ, ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും എന്നോട് പെരുമാറിയിട്ടില്ല, ഞാൻ അങ്ങോട്ട് ചെയ്തിട്ട് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, ഒറ്റപ്പെട്ടു പോയി, മടുത്തു, ഇനി ഞാൻ ഒന്നിനും ഇല്ല, ആരോഗ്യം ക്ഷയിച്ചു, രോഗമാണ്, ഞാൻ ചെയ്തിട്ട് ആരും തിരിച്ചറിയുന്നില്ല, ആരും ഗവനിക്കുന്നില്ല, അതുകൊണ്ട് ഇനി ഒന്നിനുമില്ല എന്ന് എന്നെ കൊണ്ട് പറ്റണില്ല, മനസ്സ് തളർന്നുപോയി, ഇനി ഒരു കാൽവെപ്പ് മുന്നോട്ട് വെക്കാൻ എന്നെ കൊണ്ടാവില്ല, എൻ്റെ ആത്മവിശ്വാസം ചോർന്നു പോയി, എനിക്ക് ധൈര്യമില്ല എന്ന് നെഗറ്റീവ് ചിന്തകൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരും ആകട്ടെ ചെവി തുറന്ന് കേൾക്ക്. നെഗറ്റീവ് ചിന്തയായിട്ട് മുന്നോട്ട് പോകരുത്. യെശയ്യാ പ്രവചനം പഠിപ്പിക്കുകയാ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും, കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവന് തളരില്ല, അവന് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് വിശ്വസിച്ചേ, പ്രതികൂല സാഹചര്യങ്ങളുടെ പേര് പറഞ്ഞ് കർത്താവേ നിരാശപ്പെട്ടിരിക്കാൻ എന്നെ അനുവദിക്കരുതേ,
പ്രായമായി, ആരോഗ്യമില്ല, ആരും മനസ്സിലാക്കുന്നില്ല എന്നും പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാൻ രോഗക്കിടക്കയിൽ ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഓൺലൈൻ ശുശ്രൂഷയിൽ രോഗക്കിടക്കയിൽ കഴിയുന്നവരുണ്ട്. നിങ്ങളോട് ശ്രദ്ധിച്ച് കേട്ടോട്ടോ, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റണില്ല എന്ന് പറഞ്ഞ് ഇരുന്നേക്കരുത്. ആ രോഗക്കിടക്കയിലായിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റണത് ചെയ്യണം. കർത്താവേ, അതിനുള്ള കൃപാവരം മരിക്കുന്ന അവസാന സമയം വരെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കാൻ, മുഖം സന്തോഷമുള്ള മുഖമായിട്ട് ജീവിക്കാൻ, നിരാശമുറ്റി അസ്വസ്ഥപ്പെട്ട് അങ്ങനെയുള്ളൊരു മുഖമായിട്ട് ജീവിക്കാതെ, ഞാൻ രോഗക്കിടക്കെ കിടക്കുമ്പോഴും എന്നെ കാണുന്നവരിൽ സന്തോഷം നിറയണം, എന്നെ കാണുന്നവരിൽ ആശ്വാസം നിറയണം. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് കരുതി വരുന്നവരെ അങ്ങോട്ട് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ യേശു കാണിച്ചു തന്നതാ. ജെറുസലേം നഗരിലെ സ്ത്രീകൾ ആശ്വസിപ്പിക്കാൻ വന്നപ്പോൾ യേശു പറഞ്ഞില്ല, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, ധൈര്യപ്പെടുത്തുകയോ. കർത്താവേ, അതിനുള്ള ആത്മീയമായ കൃപാവരം, ശക്തി എനിക്ക് തരണമെന്നൊരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നോക്കി ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. സമയത്തോട്ടോ കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നോക്കി ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നെഗറ്റീവ് ചിന്തകളായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിക്കല്ലേ. ഞാനിത് പറയുന്നത് ഒരുപാട് പേരുണ്ട് പ്രിയമുള്ളവർ. ഞാൻ ഈ ശുശ്രൂഷയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ കണ്ടുമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങേറ്റം നെഗറ്റീവ് ചിന്തകളായിട്ട്. ദൈവമേ, ആ നെഗറ്റീവ് ചിന്തകളായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിക്കരുത്. ഒരു സാഹചര്യം ഇല്ലെന്ന് പറയുമ്പോഴും ഓർക്കണം, ഞാനല്ല ചെയ്യാൻ പോണത് എൻ്റെ കർത്താവാ. ഞാൻ നിന്ന് കൊടുക്കണേ ഉള്ളൂ. അതുകൊണ്ട് എത്ര മോശം അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നാലും, എത്ര ദുരിതം നിറഞ്ഞ, എത്ര ക്ലേശം നിറഞ്ഞ സാഹചര്യത്തിലാണ് ജീവിക്കണമെങ്കിലും നെഗറ്റീവ് ചിന്തിച്ചേക്കരുത്, നിരാശപ്പെട്ട് പോയേക്കരുത്, ഭയപ്പെട്ട് ഇരുന്നേക്കരുത്, ഇനി ഇല്ല എന്ന് പറഞ്ഞേക്കരുത്, മടുത്തുനിന്ന് ചിന്തിച്ചേക്കരുത്. ആ നെഗറ്റീവ് എല്ലാം മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഈ പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കാൻ എൻ്റെ കർത്താവ് എന്നെ ശക്തിപ്പെടുത്തും, എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്, മറ്റാരും കണ്ടില്ലേലും ഞാനത് ചെയ്യും. അത് കാണുന്ന ഒരുത്തനുണ്ട്, അവൻ എനിക്ക് വിജയിക്കുന്നവന് പ്രതിഫലം എന്ന് പറയുന്നത് പർദീസായിൽ ജീവന്റെ വൃക്ഷത്തിന്റെ കനി ഭക്ഷിക്കാൻ അവൻ അനുവദിക്കുന്ന വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടത്. എനിക്കത് മതി. അതുകൊണ്ട് ആരും കണ്ടില്ലേലും, ആരും മനസ്സിലാക്കിയില്ലേലും, ആരും അംഗീകരിച്ചില്ലേലും ഞാൻ തളരില്ല. കാരണം എന്നെ കാണുന്നവൻ, എന്നെ മനസ്സിലാക്കുന്നവൻ, എന്നെ ചേർത്ത് പിടിക്കുന്നവൻ, അവന്റെ ശക്തിയാലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അവൻ എനിക്ക് ജീവന്റെ വൃക്ഷത്തിലെ കനി ഭക്ഷിക്കാനുള്ള അവസരം എനിക്ക് തരും എന്ന് വെച്ചാൽ അവൻ നിത്യതയുടെ തുറമുഖത്ത് എന്നെ ഏൽപ്പിക്കും. കർത്താവെ, തീഷ്ണത, അതിനു വേണ്ടിയിട്ട് തീഷ്ണമായിട്ട് അധ്വാനിക്കാനും ജീവിക്കാനുള്ള തീഷ്ണതയുടെ വരം തരണേന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ആരാധന ആരാധന ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ദർശിക്കണമേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മീയ കരുത്ത് നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ശക്തി പകരണമേ, ശക്തി പകരണമേ, ജീവൻ പകരണമേ. ഹല്ലേലൂയ, സ്നേഹം പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന.